FCC കൃപയുടെ പടവുകളിൽ വിശുദ്ധ അൽഫോൻസാമ്മ, ദ പാഷൻ ഫ്ലവർ. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷന്റെ പ്രിയപുത്രി അൽഫോൻസാമ്മയെ ഭാരതസഭയിലെ ആദ്യ വിശുദ്ധിയായി ഉയർത്തിയ അനന്തമായ ദൈവകാരുണ്യത്തിൻ്റെയും ദൈവപരിപാലനയുടെയും അത്ഭുതകരമായ നിത്യവിസ്മയത്തിന് മുൻപിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷന്റെ കൃതജ്ഞതാ പ്രകാശനമാണ് FCC കൃപയുടെ പടവുകളിൽ. 13ാം നൂറ്റാണ്ട് മുതലുള്ള ഫ്രാൻസിസ്കൻ സഭാ ചരിത്രത്തിൻ്റെ ജീവനുള്ള ആവിഷ്കാരമാണ് ഇന്നും FCCയുടെ ചാലകശക്തി. ഭാരതത്തിൽ കേരളത്തിലെ സീറോ മലബാർ സഭയിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലിനാൽ സമാരംഭിക്കപ്പെട്ട ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ വേരുകൾ ചെന്നെത്തി നിൽക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ക്യാൻവാസായി തീർന്ന 13ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക തിരുസഭയെ ജീർണതയിൽ നിന്ന് പുനരുദ്ധാരണത്തിലേക്ക് നയിച്ച വിശുദ്ധ ഫ്രാൻസിസിലാണ്. അസീസിയിലെ ധനാഢ്യനായ കച്ചവടക്കാരൻ പീറ്റർ ബെർണാഡോന്റെ മകൻ നഗരത്തിലെ കുബേര യുവാക്കളുടെ യുവരാജാവായി. തൻ്റെ പിതാവിൻ്റെ മാടമ്പിയാകുക എന്ന സ്വപ്നം മനസ്സിലേറ്റി കൂട്ടുകാരോടൊത്ത് ആടിപ്പാടി വളർന്നു. സ്പൊളേറ്റോ താഴ്വരയിൽ തമ്പടിച്ച ഫ്രാൻസിസിന്റെ മുമ്പിൽ ദൈവശബ്ദം മുഴങ്ങി. ഫ്രാൻസിസെ, യജമാനനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ ഏതാണ് ഉചിതം? യജമാനനെ എന്ന് പ്രത്യുത്തരിച്ചപ്പോൾ അസീസിയിലേക്ക് തിരിച്ചു പോകുക എന്ന കൽപ്പന ലഭിച്ചു. ലൗകിക പ്രതാപങ്ങൾ മടുത്ത ഫ്രാൻസിസ് ഏകാന്തതയിലേക്കും പ്രാർത്ഥനയിലേക്കും തിരിഞ്ഞു. സാൻ ഡാമിയാനോ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ വിളിയുടെ അടുത്ത മണിനാദം ഫ്രാൻസിസ് ശ്രവിച്ചു. ഫ്രാൻസിസ്, ജീർണാവസ്ഥ പ്രാപിച്ച എൻ്റെ ആലയം നീ കാണുന്നില്ലേ? അതിനെ നീ പുനരുദ്ധരിക്കൂ. ഈ ദൗത്യം അക്ഷരശ സ്വീകരിച്ച ഫ്രാൻസിസ് തന്റെ പിതാവിന്റെ തുണിക്കടയിലെ വസ്ത്രങ്ങൾ വിറ്റു. കുപിതനായ പീറ്റർ ബെർണാഡോൻ ഫ്രാൻസിസിനെ അരമന കോടതിയിലെത്തിച്ചു. ഗ്വീദോ മെത്രാന്റെ തീരുമാനപ്രകാരം പണം തിരിച്ചു വാങ്ങിയ പീറ്റർ ഫ്രാൻസിസിനെ നിരവകാശിയാക്കി. താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം പിതാവിന്റെ പണം കൊണ്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞ് ഉടുവസ്ത്രം ഊരിക്കൊടുത്ത് സർവസംഘ പരിത്യാഗിയായി സ്വർഗസ്ഥനായ പിതാവാണ് ഇന്നു മുതൽ എൻ്റെ പിതാവ് എന്നുദ്ഘോഷിച്ച് പുതിയ ജീവിതം ആരംഭിച്ചു. സാൻ ഡാമിയാനോയും സമാനമായ മറ്റു 2 പള്ളികളും പുതുക്കിപ്പണിത ഫ്രാൻസിസ് സുവിശേഷത്തിന്റെ വഴിയെ നടക്കാൻ ആരംഭിച്ചപ്പോൾ ഫ്രാൻസിസിന്റെ പിറകെ അസീസിയിലെ പഴയ കൂട്ടുകാർ ഓരോരുത്തരായി എത്തി. അങ്ങനെ ഫ്രാൻസിസ്കൻ സഭ മുളച്ചു പൊങ്ങി. വിശുദ്ധ ഫ്രാൻസിസിന്റെ മാനസാന്തര ജീവിതത്തിൽ ആകൃഷ്ടയായി സ്ത്രീത്വത്തിന്റെ സകല സാധ്യതകളെയും കർത്താവിനായി അടിയറ വച്ച അവൾ അസീസിയിലെ വിശുദ്ധ ക്ലാര പ്രഭുകുടുംബത്തിന്റെ ആഡംബരങ്ങളെക്കാൾ ദൈവത്തിൽ സമ്പന്നമാക്കുന്ന ദാരിദ്ര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും ആവേശം ഇന്നും ലോകത്തിന് പകരുന്നു. മാറുന്ന കാലത്തിന് മാറ്റമില്ലാത്ത ദിവ്യകാരുണ്യനാഥന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ ക്ലാര ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് ആധ്യാത്മികതയുടെ മാതാവാണ്. വിശുദ്ധ ഫ്രാൻസിസ് പുരുഷന്മാർക്കു വേണ്ടി 1-ാം സഭയും സ്ത്രീകൾക്കു വേണ്ടി 2-ാം സഭയും അൽമായർക്കു വേണ്ടി 3-ാം സഭയും ആരംഭിച്ചു. ഈ 3-ാം സഭയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരള അസീസി എന്നറിയപ്പെടുന്ന പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ഫ്രാൻസിസ്കൻ 3-ാം സഭയ്ക്ക്
1875 കേരളത്തിൽ ജന്മം നൽകി. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ തൻ്റെ മക്കളിലൂടെ അനാവരണം ചെയ്യുന്ന സ്വർഗീയ പിതാവ് വരും കാലങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് 1888 കുലീനരും ദൈവസ്നേഹ സമ്പന്നരും ഫ്രാൻസിസ്കൻ 3-ാം സഭ അംഗങ്ങളുമായ 8 ഭക്ത സ്ത്രീകളിലൂടെ അഭിവന്യ ചാൾസ് ലെവീഞ്ഞ് പിതാവ് വഴി ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷന് FCCക്ക് തുടക്കം കുറിച്ചു. കേരളത്തിലെ കണ്ണാടിയുറുമ്പിൽ ആരംഭിച്ച് നിസ്സാരതയുടെ മാർഗത്തിലൂടെ വിശുദ്ധി സാധ്യമെന്ന് തെളിയിച്ചു തന്ന ഞങ്ങളുടെ സ്ഥാപക മാതാക്കൾ ഞങ്ങൾക്കെന്നും ശക്തി സ്രോതസ്സാണ്. അവർ ഉറപ്പിച്ച അടിസ്ഥാനത്തിൽ നിന്ന് സഭ തരൂ സാവധാനം വളർച്ചയുടെ പടവുകൾ കയറാൻ തുടങ്ങി. (1888) ജർമ്മേന മഠം, ചങ്ങനാശ്ശേരി. 1900 കായൽപ്പുറം. 1902 മണിയംകുന്ന്. 1910 തൃശൂർ. 1910 ഭരണങ്ങാനം. ഈ ഭവനത്തിൽ ജീവിച്ച് വിശുദ്ധയായ അൽഫോൻസാമ്മ ജനിച്ചതും ഇതേ വർഷത്തിൽ 1910 ഓഗസ്റ്റ് 19 എന്നത് ദൈവപരിപാലന. FCC കൃപയുടെ പടവുകളിൽ വിശുദ്ധ അൽഫോൻസാമ്മ, ദ പാഷൻ ഫ്ലവർ. The beacon of suffering love. A true story. കോട്ടയത്തിന് സമീപം ചരിത്രപ്രസിദ്ധമായ കുടമാളൂർ ഗ്രാമത്തിലാണ് അൽഫോൻസാമ്മ എന്ന അന്നക്കുട്ടി ജനിച്ചത്. ഒരു കാലത്ത് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആസ്ഥാനമായിരുന്നു കുടമാളൂർ. ഇന്നും ഇവിടെ ആ രാജകീയ പ്രതാപത്തിൻ്റെ നഷ്ടശിഷ്ടങ്ങൾ
ഇടിഞ്ഞു തകർന്ന് കോട്ടകളുടെയും കിടങ്ങുകളുടെയും രൂപത്തിൽ കാണാൻ കഴിയും. ചെമ്പകശ്ശേരി കുടുംബത്തിൻ്റെയും അവരുടെ സജീവ പദം വഹിച്ചിരുന്ന തെക്കേടത്ത് ഭട്ടതിരി കുടുംബത്തിൻ്റെയും സാന്നിധ്യം. പറഞ്ഞിരുന്ന കുറുന്തോട്ടി. കുടമാളൂരുള്ള പ്രശസ്ത ക്രൈസ്തവ കുടുംബങ്ങളിൽ കുലീനത്വം, വൈദിക പാരമ്പര്യം, ധനശേഷി, വൈദിക വൃത്തി എന്നിവയ്ക്ക് പ്രസിദ്ധമാണ് മുട്ടത്ത് പാടത്ത് കുടുംബം. പ്രശസ്തനായ കണ്ണുവൈദ്യനായിരുന്നു അൽഫോൻസാമയുടെ പിതാവ്. ഈ കഷായം 3 നേരം വെച്ചാൽ കുടിക്കുക, പനി കുറയും. കണ്ണിലേ മരുന്ന് ഒഴിക്കുക. തുണി നനച്ച് നെറ്റിയിലേക്ക് ഇട്ടോളൂ, പനി കുറേ നല്ലതാ. അമ്മേ, ആ ലേഹിങ് എടുത്തോളൂ. ദാ വരുന്നു കൊച്ചുകൂട്ടാ. ആ ഗോപാലനാശാരിയായിരുന്നോ? ആർക്കാ സൂക്കേടെ? ഭാര്യക്കാ. അവക്ക് കഴിഞ്ഞ മാസവും പനി വന്നതല്ലയോ? അതെ അതെ, പത്യം നോക്കേല. പത്യം മാത്രം പോരാ, വർഷാവർഷം ഭാര്യയെ പ്രസവിപ്പിക്കുമ്പോ രക്ഷയും കൂടെ കൊടുക്കണം. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. രോഗപ്രതിരോധ ശക്തി വേണമെങ്കിൽ നല്ല രക്ഷ കൊടുക്കണം. കുഞ്ഞുങ്ങളെ, കൈയും കാലും കഴുകി വാ, കഞ്ഞി കുടിക്കാം. കൽക്കൻ പരുവായോ നോക്കിയേ. ഇച്ചിരി മുറുകാനുണ്ട്. അമ്മേ, കഞ്ഞി കുടിച്ചിട്ട് മതി ഇനി മുറുക്കാൻ. അത് ശരിയാ. ഏലിക്കുട്ടിയെ, പെണ്ണമ്മേ, അകത്തേക്ക് വന്നേ. എടി പിള്ളാരെ, അമ്മ വിളിച്ചത് കേട്ടില്ല. ഞങ്ങൾക്ക് വിശക്കണില്ല, പിന്നെ കഴിച്ചോളാം. നിറവയറും വെച്ചോണ്ട് വെച്ച് വളമ്പുന്ന അവക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കുകയല്ലേ ഈ പിള്ളേര്. കേറി പൊടിയകത്ത്. ഓ കരയാതെ കൂട്ടാ. ഇപ്പൊ അങ്ങ് മുല കുടിച്ച കഴിഞ്ഞല്ലേ ഉള്ളൂ. എന്തിനാ കുട്ടാ കരയുന്നേ? പല വൈദ്യനോ മറ്റോ ആയിരിക്കും. നീ ഇച്ചിരി ജാതിക്ക അരച്ചു കൊടുക്ക്. എന്ന് തിരിച്ചു വരും. ഞാൻ ചെല്ലുക, കാണുക, പോരുക. കുഞ്ഞാപ്പിയേ, എല്ലാം എടുത്തു വെച്ചോടാ. കരയുണ്ടടാ, കരയുണ്ടടാ, കരയുണ്ട. അച്ചായോ, ഞാൻ ഇറങ്ങുവാ. എന്റെ മറിയേ, ഇത്രയ്ക്ക് ധൃതി വെച്ചു പോകേണ്ട കാര്യമുണ്ടോ? അച്ചായ, 3 മാസമായി എന്റെ മറിയക്കുട്ടിയെ കണ്ടിട്ട്. അവൾക്കിത് 7ാം മാസമാ. എന്റെ കുഞ്ഞിനെ കൊണ്ടുള്ള മരുന്നെല്ലാം ഇടിച്ചുണ്ടാക്കിക്കുവാ തള്ള. കൊച്ചമ്മയുടെ ആദ്യം കണ്ടാലേ സ്വന്തം മോള് പ്രസവിക്കാൻ കിടക്കുന്ന പോലെ തോന്നും. അതേടാ, എന്റെ അനുജത്തി എന്റെ മോളെ പോലെ തന്നെയാ. ആ, സമയം കളയണ്ട. ദേ, വള്ളം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വഴക്കുണ്ടാക്കാതെ ഇരുന്നോണം കേട്ടോ. അമ്മച്ചി പോയിട്ട് എപ്പോ വരും? നാളെ ഇങ്ങ് എത്തും മക്കളെ. എടി, കുഞ്ഞിനെ നല്ലോണം നോയിക്കോളണേ. ശരി കൊച്ചമ്മേ. ഇങ്ങനെയുണ്ടോ ഒരു സഹോദര സ്നേഹം? അതൊക്കെ കണ്ടു പഠിക്കടാ. അവൻ പിന്നെ പെണ്ണ് കാണാൻ എങ്ങും പോയിട്ടില്ല. കെട്ടി വലിക്കാൻ പോവുകയല്ല. അന്നമ്മേ, അവളെ അങ്ങനെ ചിരിപ്പിക്കാതെ. കൊച്ചൂട്ടാ, നമ്മുടെ തോണിപ്പരിക്കലെ ഔസേപ്പാപ്പളയുടെ മോന്റെ കാര്യമായി പറയുന്നേ. മനസ്സിലായി. ഞാനൊന്ന് കിടക്കട്ടെ. നിനക്ക് വല്ലായ്മ വല്ലതും തോന്നുന്നുണ്ടോ മറിയേ? ഓ, ഒന്നുമില്ല ചേച്ചി, ചെറിയൊരു ക്ഷീണം. എല്ലാം മതിയായോ കുഞ്ഞാപ്പി? മതിയായി മതിയായി. വർത്താനം പറഞ്ഞിരുന്നു കുഞ്ഞാപ്പിയുടെ കാര്യം അങ്ങ് മറന്നുപോയി. ഇവളെ കൊണ്ടുപോയി കിടത്തിയിട്ട് വരാം. വാ മോളെ. കുഞ്ഞാപ്പി വാ, നമുക്ക് ഈ ചായപ്പ് കിടക്കാം. എന്റെ പെണ്ണെ, അകത്ത് കയറി കിടക്ക്. നേരം കെട്ട നേരവാ. ഗർഭിണികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് കിടക്കരുത്. നിങ്ങൾ കഞ്ഞിയൂടി, അതുവരെ ഞാനിവിടെ കിടക്കട്ടെ.
എടാ ഒന്ന് അടിയുടെ കുഞ്ഞാപ്പി ആരും ചേരപ്പാമ്പാണ്. നീ എന്താണ് അതിനെ കൊന്നത്? അമ്മേ അപ്പോഴേ ഞാൻ പറഞ്ഞതാ അകത്ത് പോയി കിടക്കാം. പറഞ്ഞാ കേക്കണ്ടായോ? പതുക്കെ നാളെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു തലയ്ക്ക് വെള്ളം. ആ ഓ ഇതെന്തൊരു പനിയാ എന്റെ ദൈവമേ. ഓ ഓ കൊച്ചമ്മേ എണീറ്റ് ആവി പിടിച്ചേ. ഈ ചുമയാ സഹിക്കാൻ വയ്യാത്തെ. ഓ ആവി പിടിച്ചാ മാറാവുന്ന ചുമയൊക്കെ ഉള്ളൂ. മുട്ടത്ത് പാടത്ത് മറിയയുടെ വിവരം അറിയാൻ വിട്ടവനെ ഇതുവരെ കണ്ടില്ല. അവൻ ഭാര്യയുടെ വീട്ടിൽ കയറി ഇറങ്ങിയേ വരൂ. ഒരു കാര്യത്തിന് വിട്ട ഇങ്ങ് വരട്ടെ ആ മരങ്ങോടെ. കൊച്ചമ്മേ കൊച്ചമ്മേ ദേ കുഞ്ഞാപ്പി ഓടിക്കഴിച്ച് വരുന്നു. എന്റെ ഈശോയെ. കൊച്ചമ്മേ മറിയ കൊച്ചമ്മ ഇന്നലെ രാത്രി മാസം തികയാതെ പ്രസവിച്ചു. എന്റെ കുഞ്ഞേ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? എന്താ എന്ത് പറ്റി? എന്റെ കുഞ്ഞാകെ അപകടത്തിലായേ. എനിക്ക് ഇപ്പൊ പോണം. മുട്ടത്ത് പാടത്ത് മറിയ കൊച്ചമ്മ ഇന്നലെ രാത്രി മാസം തികയാതെ പ്രസവിച്ചു. ഇച്ചിരി കൂടലാ പെൺകുഞ്ഞാ. കരഞ്ഞു. അച്ചായ നമുക്ക് ഉടനെ പോണം. ഉടനെ ഓ പനി പിടിച്ചിരിക്കുന്ന നീ എങ്ങനെ പോകാനാ? എന്റെ പനി എല്ലാം മാറി ദേ കിടക്കുന്നു. എന്റെ കർത്താവേ. മകൻ പിറന്ന മങ്ക എന്നാ വൈദ്യുതി പറഞ്ഞു. ഓ നല്ല ശോഭയുള്ള കുഞ്ഞ്. നീ പോയി വള്ളക്കാരൻ ഏർപ്പാടാക്കി. എന്റെ കവടി ഒന്ന് വേഗം തേച്ച് താടി. അമ്മേ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇച്ചിരി പൊടിയരി കഞ്ഞി കുടിച്ചു. കുറവുണ്ട്. മയക്കവാ. എന്റെ തമ്പുരാൻ കർത്താവേ, എനിക്ക് ഇണയും തുണയുമായി നീ തന്നവളെ എന്റെ കണ്ണടയുന്നവരെ കാണാൻ കനിവുണ്ടാകണമേ. എന്റെ കുഞ്ഞിന് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിച്ചു വളർത്തണേ. കൊച്ചുകൂട്ടാ നീ ഇങ്ങനെ വിഷമിക്കാതെ. മാസം തികയാതെ ഒരുപാട് പേര് പ്രസവിച്ചിട്ടുണ്ട്, വളർന്നിട്ടുമുണ്ട്. നീ ഇങ്ങനെ വിഷമം കാണിച്ചാ ഇവിടെ ഉള്ളവരുടെ സ്ഥിതി എന്താ? ഒന്ന് വേഗം നടക്കണ്ടേ ചായ. ഓ എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ ആവോ. എന്റെ കുഞ്ഞിനെ കാത്തോളണേ. കൊച്ചൂട്ടാ എന്റെ മോക്കിപ്പോ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മറിയക്ക്? എട്ടമൈദിന് ഇന്നും വന്നു. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. മറിയക്ക് വൈദ്യരൊന്നും പറയാതെ അങ്ങ് പോയി. കൊച്ചുകൂട്ടാ സമാധാനപ്പെട്, ഒന്നും സംഭവിക്കില്ല. എന്റെ കുഞ്ഞിനെ നോക്കിക്കോണം. എനിക്കിനി അധികം നാളില്ല. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എന്റെ കുഞ്ഞ് നീ ഇങ്ങനെ സങ്കടപ്പെടാതെ മോളെ. ഈശോമിശിഹായുടെ വിലതീരാത്ത തിരുരക്തത്തെ പ്രതി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിത്രാണകനാമീശോ പോരുക, മമ മാനസപ്പൂവാടി പോരുക, ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക, സുരദീപ്തി ചിന്തിയെന്നും മുൾമൂടി ചൂടി പൊൻകുരിശേന്തി കാൽവരിയേറിയ
മേനി പിളർന്നു ചോരയൊഴുകി നരരക്ഷ നേടിയ കഥയോർത്ത് സുരപീയൂഷമെന്നുമേനി കേൾക്കുക നവജീവിതത്തിൻ പാത നീ കാട്ടുക ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക ശുഭദീപ്തി ചിന്തി എന്നും വാഴുക. ഇതാണ് കുടമാളൂർ പള്ളി. അതിപുരാതനമായ കുടമാളൂർ പള്ളിയിലാണ് അൽഫോൻസാമ്മയെ മാമോദീസ മുക്കിയത്. നൂറുകണക്കിന് തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധയുടെ ജ്ഞാനസ്നാനത്തൊട്ടിൽ സന്ദർശിച്ച് മാധ്യസ്ഥമപേക്ഷിക്കുന്നു. മോളെ മരുന്ന് കൂടി മോളെ. മോളെ എന്റെ പൊന്നു മോളെ ഒന്ന് കണ്ണു തുറക്കു മോളെ. കൊച്ചൂട്ടാ എന്റെ മോൾ അനങ്ങുന്നില്ല. അയ്യോ അന്നമ്മേ അന്നമ്മേ കൊച്ചൂട്ടാ താനും കൂടി ഇങ്ങനെ ആയാലും എങ്ങനെയാണ്? സമാധാനപ്പെടും, സമാധാനപ്പെടാം. മുട്ടത്തുപാടത്തു വീട്ടിൽ ശോകാന്തരീക്ഷം തളം കെട്ടി. അപ്രതീക്ഷിതമായ മറിയയുടെ മരണവും അനാഥമാക്കപ്പെട്ട കുഞ്ഞും ഏവരെയും വിഷമത്തിലാക്കി. കൊച്ചുകൂട്ട, നിന്റെ അഭിപ്രായം അറിയേണ്ടത്. കൊച്ചൂട്ടനൊരു അഭിപ്രായം പറയാനുള്ള മാനസിക നിലയിലല്ല. എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് വീട് കരകയറും അതാ ചിന്തിക്കേണ്ടത്. എങ്ങനെ ഈ പൊടിക്കുഞ്ഞിനെ വളർത്തും? അമ്മയ്ക്കാണേ പ്രായമായി. 2 പെൺകുട്ടികളുടെ കാര്യം നോക്കണം. 7ാം മാസത്തിൽ ജനിച്ച കുട്ടി. ഒരുപാട് ശാരീരിക പീഡകൾ ഉണ്ടാകും. അതുകൊണ്ടാ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞത്. കുഞ്ഞാവെ കൊടുത്തുവിടല്ലോ വല്യമ്മച്ചി. കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. കുഞ്ഞിനെ നോക്കുന്നതല്ല മോളെ പ്രശ്നം. കൊച്ചുകൂട്ടനാകെ പ്രയാസം ആവത്തില്ലയോ? വല്യമ്മ ശരിക്കും ചിന്തിച്ചിട്ടാണോ ഈ പറയുന്നത്? എനിക്കുണ്ട് മുല കുടിക്കുന്ന ഒന്ന്. ഇതിനെ കൂടെ നോക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് എനിക്ക്. കുഞ്ഞിനെ നോക്കിക്കോളണേന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടാ അവള് പോയത്. എന്റെ കുഞ്ഞ് ഹൃദയം തകർന്നാ മരിച്ചത്. കൊച്ചുകൂട്ട, ഒരു തീരുമാനത്തിലെത്ത്. അല്ലാതെ അന്നമ്മേ, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഞാൻ ഇടയ്ക്ക് പോയി കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മയും കുഞ്ഞുങ്ങളെയും കാണിക്കാം. ആ, എങ്കിൽ നേരം പോകുന്നതിന് മുമ്പ് ഇറങ്ങാം. കുഞ്ഞാവേ കാലൊന്ന് നീട്ടുമോളെ.
എങ്ങനെയുണ്ട്? തങ്കക്കൂടത്തിന് പൊട്ടെന്തിനാ? ഗോപാലൻ തട്ടാനെ, ഞാൻ പറഞ്ഞ പൊന്നുണ്ടല്ലോ അല്ലേ? പണപട ഞാൻ കുറച്ചിട്ടില്ല. ഇത് എന്നതാ കൊച്ചമ്മേ, കുഞ്ഞിനെ കെട്ടിക്കാൻ പോവാണോ? അതേടാ, കെട്ടിക്കും. എന്റെ കൊച്ചു നോക്കി നിൽക്കുമ്പോ അങ്ങോട്ട് വളരും. അല്ല, എനിക്കറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക, ഇവിടെ ഒരു കുഞ്ഞുണ്ടല്ലോ, അതിനൊന്നും ഇല്ലേ? എടാ, അത് ആൺകുട്ടിയാ. അവൻ ആവശ്യത്തിനുള്ള സ്വത്ത് ഇവിടെ ഉണ്ട്. പിന്നെ പോരാത്തത് പഠിച്ച് ജോലി ചെയ്തവൻ ഉണ്ടാക്കിക്കോട്ടെ. എന്റെ പൊന്നുമണി വേറൊരുത്തന്റെ കൂടെ ജീവിക്കേണ്ടതാ. തള്ളയില്ലാത്ത കുഞ്ഞാ. ഗോപാലൻ തട്ടാൻ അറിയുവോ? ഇവളുടെ അമ്മ, എന്റെ അനുജത്തി, എന്റെ കുഞ്ഞിനെ നോക്കിക്കോളണേന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചാ കണ്ണടച്ചത്. പാവം. എന്റെ പൊന്നിനെ ഞാനൊരു രാജകുമാരിയാക്കി രാജാവിനെ കൊണ്ട് കെട്ടിക്കും. തട്ടാ മേലോട്ട് വാ, നമുക്ക് കണക്ക് തീർത്തേക്കാം. മുരിക്കെ തറവാട്ടിലെ രാജകുമാരി. കണ്ടോടാ കണ്ടോടാ കുഞ്ഞാപ്പി, അവള് ചിരിക്കുന്നു. അവക്കെല്ലാം മനസ്സിലായി. ദേ പെണ്ണെ, അധികം പൊങ്ങല് കേട്ടോടി. ഒരു പെണ്ണാണെന്ന ചിന്തയോടെ കൂടി അടങ്ങി ഒതുങ്ങി വളർന്നോണം. അല്ലേ എന്റെ വിധം മാറും. രാജകുമാരിയാണെന്നൊന്നും ഞാൻ വിചാരിക്കുകയല്ല. കൊച്ചിനെല്ലാം മനസ്സിലായെന്നാ തോന്നണേ. കരയല്ലേ, പേരമ്മക്ക് സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ, അരഞ്ഞാണത്തിന് ഒരു പിടി കൂടെ കൂട്ടിക്കണം. ആയിക്കോട്ടെ. മോളെ ചക്കരക്കുട്ടി, വച്ച് തരാൻ കേട്ടോ. അന്നക്കുട്ടിയെ കാണുവാൻ അപ്പൻ കൂടെ കൂടെ വരികയും മുട്ടുചിറയിൽ നിന്ന് കുടമാളൂർക്കും തിരിച്ചും കൂടെ കൂടെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തിരുന്നു. അന്ന് ബസ് സൗകര്യം വളരെ കുറവായതിനാൽ നടന്നും വള്ളത്തിലുമാണ് യാത്ര. മകളോടുള്ള സ്നേഹത്താലും വല്യമ്മയ്ക്കും മൂത്ത കുട്ടികൾക്കും സന്തോഷമാകട്ടെ എന്ന് കരുതിയും കിലോമീറ്ററുകൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നടക്കുവാൻ അൽഫോൻസാമ്മയുടെ അപ്പന് ഒരു മടിയുമില്ലായിരുന്നു. അങ്ങനെ കുടമാളൂരും മുട്ടുചിറയിലുമായി അന്നക്കുട്ടി വളർന്നു. വല്യമ്മയുടെയും ചേച്ചിമാരുടെയും സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങി അന്നക്കുട്ടി ജീവിച്ചു. നീ എന്റെ കൊച്ചിനെ ഓടിച്ച് വീടിക്കല്ലേടാ. നീയും വാടാ. മോളെ നോക്കി നിക്കുക, വേഗം ചെല്ല്. മോളെ പേരമ്മക്ക് ഈശോമ്മ കൊടുത്തിട്ട് പോവാ. അങ്ങനെ ആഹാ, പേരപ്പം വരുന്നുണ്ടല്ലോ. അപ്പൊ ഏത് സ്കൂളിൽ ചേർക്കാൻ തീരുമാനിച്ചു? തൊണ്ണൻകുഴിയിൽ പള്ളിക്കൂടത്തിൽ ചേർക്കാൻ കൊണ്ടുപോകുകയാ. ഉമ്മ കൊടുക്കും മോളെ പേരപ്പന്. ചാച്ചന് എപ്പോ വേണമെങ്കിലും മോളെ കൊണ്ടുവരാം. എന്റെ കുഞ്ഞുമൊത്ത് വന്നമ്മേ. വല്യമ്മച്ചട മുത്തിങ്ങി വന്നേ. വല്യമ്മച്ചി ചോദിക്കട്ടെ, മോൾ ഇവിടെ ഇരിക്കുക കേട്ടോ. ചോദിക്കട്ടെ വിശേഷങ്ങള്. ഇതാണ് കോട്ടയം ആർപ്പൂക്കര തൊണ്ണൻകുഴി ഗവൺമെന്റ് സ്കൂൾ. 1915 5-ാമത്തെ വയസ്സിൽ വിശുദ്ധ അൽഫോൻസാമ്മ 1-ാം ക്ലാസ്സിൽ ചേർന്നത് ഈ സ്കൂളിലാണ്. കുട്ടിയുടെ പേര്? അന്ന. വീട്ടുപേര്? അതെ അതെ അതെ, കുടമാളൂർ. കൊച്ചുകുട്ടന്റെ 3-ാമത്തെ മകളാണല്ലേ? അതെ. മിടുക്കിയായി പഠിക്കണം. എന്റെ കണ്ണിലൊഴിക്കാനുള്ള ഇളനീർ കുഴമ്പ് തീർന്നുപോയി. ഞാൻ നാളെ മോളുടെ കൈ കൊടുത്തുവിടാം. അങ്ങനെയാകട്ടെ. ഈ ദക്ഷിണ സാറിന് കൊടുക്കും മോളെ. വലിയ ആളാകട്ടെ, ലോകപ്രശസ്തയാവട്ടെ. ഞാൻ സ്കൂളിൽ വരത്തില്ല. അതെന്താ? പഠിച്ചു മിടുക്കിയാവണ്ടേ? എന്നെ അമ്മൂമ്മ പഠിപ്പിച്ചോളും.
അമ്മൂമ്മ എന്തെല്ലാം പഠിപ്പിച്ചു? എഴുതാൻ പഠിപ്പിച്ചു, ആ. വായിക്കാൻ പഠിപ്പിച്ചു, ആ. കഥ പറഞ്ഞുതരും, പാട്ട് പഠിപ്പിക്കും. പാട്ടും പഠിപ്പിച്ചോ? ആ. ഒന്ന് പാടിക്കേ. പരിത്രാണകനമീശോ പോരുക, മമ മാനസപ്പൂവാടിയിൽ പോരുക, ദിവ്യ സ്നേഹാഗ്നി വീശിയൻ വാരുക, സൂര്യ ദീപ്തി ചിന്തി എന്നും വാരുക. ബാക്കി നാളെ പാടാം. ആ ശരി. കുട്ടിയുടെ പേരെന്താ? ലക്ഷ്മി. ഞാൻ അന്നക്കുട്ടി. വല്യമ്മച്ചി കുഞ്ഞുമോളെ നോക്കിയിരിക്കുകയായിരുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കന്യാമറിയമേ, എന്റെ അമ്മേ, എന്റെ ഹൃദയം നിന്റെ തിരുക്കുമാരനെ ഇഷ്ടമുള്ള പൂങ്കാവനമാക്കി തീർക്കണമേ. വല്യമ്മച്ചി, എന്തേ പൂങ്കാവനം? നല്ല മണമുള്ള ഭംഗിയുള്ള പലതരത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞ വലിയ പൂന്തോട്ടം. നമ്മുടെ ഹൃദയം പൂന്തോട്ടം പോലെ ആവണം. അതിനെന്ത് ചെയ്യണം വല്യമ്മച്ചി? അതിന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം, ബഹുമാനിക്കണം, സുഹൃത ജപങ്ങൾ ചൊല്ലണം, മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കണം, ആരോടും ദേഷ്യം പാടില്ല, പാവങ്ങളെ നിന്ദിക്കരുത്, എല്ലാവരിലും യേശുവിനെ കാണണം. അപ്പൊ നമ്മുടെ ഹൃദയം പൂങ്കാവനം ആവും. വിശുദ്ധ കൊച്ചു ത്രേസ്യ, അമ്മ ത്രേസ്യ എന്നിവരെ പോലെ വിശുദ്ധരായി ജീവിക്കണം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയാ. യേശു ആരാണെന്നും ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചും യേശുവിനെ ദിവ്യ മണവാളനായി മനസ്സിൽ സ്വീകരിക്കേണ്ടതിനെ കുറിച്ചും വല്യമ്മ അന്നക്കുട്ടിയോട് പറഞ്ഞുകൊടുത്തു. സുകൃതജപം ചൊല്ലിയുള്ള ജീവിതം അന്നക്കുട്ടിക്കും വലിയ ഇഷ്ടമായി. കൊച്ചുത്രേസ്യയെ പോലെയുള്ള വിശുദ്ധരുടെ കഥകൾ വല്യമ്മ പറഞ്ഞുകൊടുത്തു. യേശുവിന്റെ മണവാട്ടിയായി ഒരു പുണ്യവതിയാകണം എന്ന ചിന്ത വല്യമ്മയിൽ നിന്നുമാണ് അന്നക്കുട്ടിക്ക് ലഭിച്ചത്. അൽഫോൻസാമയുടെ വിശുദ്ധ സഹന ജീവിതത്തിന് പ്രചോദനമേകിയത് വല്യമ്മയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ യേശുവിന്റെ മണവാട്ടിയാകുവാൻ അന്നക്കുട്ടി തീരുമാനിച്ചുറച്ചു, അതിയായി ആഗ്രഹിച്ചു. തന്റെ ഇച്ചാച്ചൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുന്നത് തറയിൽ ചരൽ വിരിച്ചാണെന്ന് അന്നക്കുട്ടി കണ്ടു. തപസ്സിന്റെയും സുഹൃതങ്ങളുടെയും ഒക്കെ ലോകം അവൾ വീട്ടിൽ വെച്ച് കണ്ടുപഠിച്ചു. ഈ ത്യാഗമനോഭാവം അവളെ ഒരു വിശുദ്ധയാക്കി. ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുക,
അവൾ പതിവാക്കി. ഇത് ലക്ഷ്മിക്കുട്ടി അമ്മയുടെ വീട്. അൽഫോൻസാമ്മയുടെ കളിക്കൂട്ടുകാരിയും ആത്മമിത്രവും ആർപ്പൂക്കര തൊണ്ണൻകുഴിയിൽ കരോട്ട് പൊങ്ങവന വീട്ടിൽ വിശ്രമിക്കുന്ന ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് അൽഫോൻസാമ്മയേക്കാൾ 8 ദിവസം പ്രായക്കൂടുതലുണ്ട്. ലക്ഷ്മിക്കുട്ടിയമ്മേ, ലക്ഷ്മിക്കുട്ടിയമ്മ അന്നക്കുട്ടിയെ ഓർക്കുന്നുണ്ടോ? എന്താ ഓർക്കുന്നേ? അന്നക്കുട്ടിയെ എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ദിവസവും ഓർക്കാതിരിക്കാൻ ഒക്കുകയല്ല. അങ്ങനെ ഞാൻ അന്നക്കുട്ടി ഞാൻ ജീവിച്ചത്. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നതൊക്കെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അന്നക്കുട്ടി ലക്ഷ്മിക്കുട്ടിയമ്മ ഒരു പ്രായമായിരുന്നോ? അല്ല, എനിക്കാ മൂപ്പ് കൂടുതൽ. 8 ദിവസം. എൻ്റെ നാട് കാർത്തിക, അവിടെ നാട് മകം. മകം പറഞ്ഞ അങ്കയാവ്. അത് ഭാഗ്യവതിയാ. കുന്നും കുഴിയും പാടങ്ങളും നിറഞ്ഞ ആർപ്പൂക്കര ഗ്രാമത്തിന്റെ ഊടുവഴികളിലൂടെ കാട്ടുപൂക്കളും പറിച്ച് കളിതമാശകളും പറഞ്ഞു നടന്നിരുന്ന തങ്ങളുടെ ബാല്യകാലം. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നതൊക്കെ ഓർക്കുന്നുണ്ടോ? ഏത് സ്കൂളിലാ? തൊണ്ണൻകുഴി. എത്ര ക്ലാസ് വരെയാ തൊണ്ണൻകുഴി പഠിച്ചത്? തൊണ്ണൻകുഴി 3. അത് കഴിഞ്ഞ പിന്നെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ അന്നക്കുട്ടി? ഉണ്ട്, ധാരാളം. ലക്ഷ്മിക്കുട്ടി, ഇതാരേ ഇത്? അന്നക്കുട്ടിയോ? എന്തേ പഠിക്കൽ നിക്കണേ? അകത്തേക്ക് വന്നോളൂ. ലക്ഷ്മിക്കുട്ടിയെ, ദേ അന്നക്കുട്ടി വന്നിരിക്കുന്നു. ഹായ് അന്നക്കുട്ടി. ഇന്ന് പള്ളിക്കൂടത്ത് വരാഞ്ഞേ? അതോ, എന്റെ പേരമ്മ വന്നിരുന്നു. വെറുതെ വന്നാണോ? അല്ല, എന്നെ അടുത്ത വർഷം 4ാം ക്ലാസ്സിൽ മുട്ടിച്ചിറ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് പറയാൻ വന്നതാ. അന്നക്കുട്ടി പോവോ? ഞാനങ്ങും പോവില്ല. എനിക്ക് എന്റെ വീട്ടിൽ നിന്നാ മതി. അവര് വലിയ കാശുകാരല്ലേ. പേരമ്മയ്ക്കാണെങ്കിൽ അന്നക്കുട്ടിയെ ജീവന്റെ ജീവനല്ലേ. ഇതെന്താ കയ്യില്? ഔലോസുണ്ട. പേരമ്മ കൊണ്ടുവന്നതാ. ഇത് ലക്ഷ്മിക്കുട്ടിക്ക്. ഹായ്, എനിക്ക് വലിയ ഇഷ്ടാ. ഞാൻ പോവാ. പേരമ്മ ദേഷ്യപ്പെടും. നാളെ കാണാം. നാളെ രാവിലെ പള്ളിക്കൂടത്തിൽ പോവാൻ എന്നെ വിളിക്കണേ. ഞാൻ ഇന്ന് വിളിച്ചു, ആരെയും കണ്ടില്ല. അതോ, ഞാനും പേരമ്മ പള്ളിയിൽ പോയിരിക്കുമായിരുന്നു. അന്നക്കുട്ടിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? നല്ല സ്വഭാവം, യാതൊരു മോശവുമില്ല. നല്ല സൽസ്വഭാവമായിരുന്നു. ലക്ഷ്മിക്കുട്ടിയമ്മേ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു കുസൃതി ചെറുക്കൻ തള്ളിയിട്ടുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതെന്തായിരുന്നു? ഒരു കുസൃതി ചെറുക്കനെ നിങ്ങളെ തള്ളിയിട്ടുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ജോസഫ് എന്താ ചെയ്തേ? അവൻ മഹാരമ്മാലി എന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങളെ കടമ്പൻ പിടിച്ചുണ്ടി കിട്ടും. വഴക്ക് വേണ്ട, താഴേക്ക് ഇറങ്ങാം. അന്നക്കുട്ടി, എന്റെ കൂടെ വാ. മാറാനാ പറഞ്ഞത്. നിനക്ക് എന്താ അടുത്ത് ധൃതി?
ഞങ്ങൾ സ്കൂളിലേക്ക് പോവാ. നീ ഞങ്ങളുടെ പുറകെ വന്നാ മതി. വേണ്ട ലക്ഷ്മിക്കുട്ടി, അവന്റെ അടുത്ത് പോവണ്ട. അവൻ തെമ്മാടിയാ. ഇങ്ങ് പോ ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി, പോ ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി. അവിടെ കാൽ മുഴുവൻ കയറി ഒരഞ്ഞ് ചോരക്കൊണ്ട് അഭിഷേകമായി. എനിക്ക് പിന്നെ അങ്ങനെ പറ്റിയില്ല. ഞാൻ അവളെ പിടിച്ച് പൊക്കി എണീപ്പിച്ച് നിർത്തിയിട്ട് അവൻ്റെ പുറകെ കല്ല് എടുത്തുകൊണ്ട് ഓടിച്ചെന്നപ്പോൾ അവൾ പറഞ്ഞു അവൻ തെമ്മാടിയാണേ, അവൻ്റെ പുറകെ പോകരുതേ എന്ന് പറഞ്ഞ് കിടന്ന് ഓടിച്ചു. ആ വെള്ളം ഒഴുകുന്നിടത്തുനിന്ന് വെള്ളം എടുത്ത് അവിടെ കാലും തുണിയെല്ലാം ചോരയെല്ലാം ഒത്തിരി എല്ലാം തേച്ച് കഴുകി കളഞ്ഞിട്ട് ഞാൻ നനഞ്ഞു. അപ്പോൾ സാറ് കണ്ടാൽ അമ്മോട് ചോദിക്കും ഇത് എന്നതാന്ന്. നമുക്കിത് സാറിനോട് പറയണം. നല്ലടി മാഷിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അവൻ്റെ അസുഖം മാറും. വേണ്ട ലക്ഷ്മിക്കുട്ടി, സാറിനോട് പറയരുത്. അവന് സാറിന്റെ അടി കിട്ടും. സാരമില്ല, അവനോട് നമുക്ക് ക്ഷമിക്കാം. എടി പൊട്ടി പെണ്ണേ, ഇപ്പൊ ക്ഷമിച്ച അവൻ വീണ്ടും ഇത് തന്നെ ചെയ്യും. നമ്മൾ ക്ഷമിച്ചാൽ അവന് തെറ്റ് ബോധ്യമാവും. നല്ല കുട്ടിയായി അവൻ നമ്മുടെ കൂട്ടുകാരനാവും. അവനെ കൂട്ടുകൂടാൻ ഞാനില്ല. അന്നക്കുട്ടി വേണേ കൂടിക്കോ. എനിക്ക് പേടിയാ. സാറിനോട് പറയല്ലേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം ഞാൻ പറയില്ല. ഈ ചട്ടയും മുടി നടന്ന് എങ്ങനെയാന്ന് വെച്ചാ എന്ത് പറയും? നേരാ, ഞാൻ എന്ത് പറയും ലക്ഷ്മിക്കുട്ടിയെ? പുണ്യാളത്തെ അതുകൂടെ പറഞ്ഞതാ. എനിക്കറിയില്ല. ശരി ശരി, കണ്ടെത്തിയിൽ ഒറ്റ ഓടിക്കാൻ ഇറങ്ങിയപ്പോ വീണതാന്ന് പറയാം. അയ്യോ, അത് കള്ളല്ലേ. കള്ളം പറയുന്ന ഈശോയ്ക്ക് ഇഷ്ടമല്ലെന്ന് വല്യമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഈ പോത്തിന്റെ കാര്യം കൂടി ഞാൻ തോറ്റേ. ഷോ, സാരമില്ല സാരമില്ല. ലക്ഷ്മിക്കുട്ടി ഞൊട്ടോടിക്കാൻ ഇറങ്ങിയതാണെന്ന് തന്നെ പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ അവൻ ചോദിക്കുക സാറിനോട് പറഞ്ഞോ? ഞാൻ നോക്കിയിരിക്കുക സാറ് വിളിക്കുമെന്ന് വെച്ചു. എന്നെ വിളിച്ചില്ല. വിളിച്ചിരുന്നാൽ നിങ്ങൾ രണ്ടിനെ ഞാൻ ചാവാക്കിയത്. ഓ പിന്നെ ഒന്ന് ശവാക്കി നോക്ക്. ഒന്ന് പറഞ്ഞു നോക്കടി. രണ്ടിനെ കൊല്ലും ഞാൻ. വഴക്ക് വേണ്ട, നമുക്ക് പോവാം. തടിയാ, പൊണ്ണത്തടിയാ. വരും ലക്ഷ്മിക്കുട്ടി. പൊണ്ണത്തടിയന് എന്തിനു കൊള്ളാം? വലിയ പുരക്കൊരു തൂണിന് കൊള്ളാം. ലക്ഷ്മിക്കുട്ടി ഇങ്ങനൊന്ന് പാടരുത്. സാറിനോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു. ഞാനും പറഞ്ഞില്ല. ഞാൻ പറയുമോ അവള് പറഞ്ഞ? ഒന്നും പറയല. അവൾ എന്ത് പറഞ്ഞാലും ഞാനും പറയല. ആരെന്ത് തെറ്റിയല്ല അവൾ ക്ഷമിക്കും. അവൾ യാതൊന്നിനും പോവുകയില്ല, ഒരു കാര്യത്തിനും പോവുകയില്ല. ഒരുത്തരോടും കളിക്കൂടത്തിലും ഇല്ല, വഴിക്കും ഇല്ല, വേറുള്ളവരോടും ഇല്ല, ആരോടും ഇല്ല. അതാ എന്നെ കുട്ടിയെ അഭിശുദ്ധിയാക്കിയത്. ഇല്ല, വേറൊന്നുമല്ല. അവൾക്ക് ക്ഷമ കൊണ്ട് തന്നെയാണ് എല്ലാത്തിനും ക്ഷമയായിരിക്കും. ലക്ഷ്മിക്കുട്ടിയമ്മേ, ചാവറയിലെ കുഞ്ഞാമ്മയെ അറിയോ? അന്നക്കുട്ടിയും കുഞ്ഞാമ്മയും ഞാൻ ഒന്നിച്ചവിടുത്തേന്ന് പറയാം. ചാവറ കുഞ്ഞമ്മ. കുടമാളൂരിലെ അൽഫോൻസാമ്മയുടെ വീടിനടുത്ത് ചാവറ കുടുംബത്തിൽ ജീവിക്കുന്ന ചാവറ കുഞ്ഞമ്മ എന്നറിയപ്പെടുന്ന ഈ വല്യമ്മച്ചി അൽഫോൻസാമ്മയുടെ കളിക്കൂട്ടുകാരിയാണ്. തൻ്റെ കൂട്ടുകാരിയായ അന്നക്കുട്ടി സിസ്റ്റർ അൽഫോൻസാമ്മയായി വിശുദ്ധ ഗണത്തിലേക്ക് ഉയർന്നപ്പോൾ ഈ വല്യമ്മ പ്രായം മറന്ന് നമ്മുടെ മുമ്പിൽ ഇതാ ചെറുപ്പമാകുന്നു. അന്നക്കുട്ടിയുടെ കൂട്ടുകാരത്തിയല്ലേ കുഞ്ഞാമ്മച്ചി? അതെ. നിങ്ങൾ ഒന്നിച്ചാണോ പഠിച്ചിരുന്നേ? പഠിച്ചത് ഒന്നിച്ചാ. ഏത് ക്ലാസ് തുടങ്ങി? 3 വരെ. 1 തൊട്ട് 3 വരെ. 1 തൊട്ട് 3 വരെ. ഒന്നിച്ചാണോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നേ? അതെ അതെ. ഞങ്ങൾ 3 പേര്. ആ ലക്ഷ്മിക്കുട്ടി, ഞാനും അന്നക്കുട്ടി, ഞങ്ങൾ 3 പേരും ഒരുപോലെയാണ് ആയിരുന്നത്. വെള്ളം
വളയ്ക്ക് കുഞ്ഞമ്മേ. അന്നക്കുട്ടി ഊഞ്ഞാലാടാൻ എന്നും ഇട്ടുവരുന്നു. എവിടെ ഊഞ്ഞാൽ കണ്ടാലും ആടും. ഊഞ്ഞാൽ വീട്ടിലുണ്ടാവും, ആടും. എപ്പോഴും അച്ഛൻ വീട്ടിൽ. എന്തു പറ്റി ലക്ഷ്മിക്കുട്ടി? ഞാൻ പോവാ അന്നക്കുട്ടി. സമയം പോയത് അറിഞ്ഞില്ല. അമ്മയുടെ തല്ലു കിട്ടും. നീ വരുന്നോ? ഇല്ല, നീ പോയിക്കോ. നാളെ കാണാം. ശരി. എനിക്ക് പേടിയാകുന്നു. ആരാ? അന്നക്കുട്ടി പേടിക്കണ്ട, ഞാൻ കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയോ? വല്യമ്മ കഥ പറഞ്ഞു തന്നിട്ടില്ലേ? ഉവ്വ്. ഈശോയ്ക്ക് അന്നക്കുട്ടിയെ വലിയ ഇഷ്ടം. അന്നക്കുട്ടി ഒരു കന്യാസ്ത്രീയായി ഈശോയ്ക്ക് വേണ്ടിയും ഈ ലോകത്തിന് വേണ്ടിയും ഈശോയുടെ മണവാട്ടിയായി ജീവിക്കണമെന്നാണ് ദിവ്യമണവാളനായ ഈശോയുടെ ആഗ്രഹം. അതിന് ഞാൻ എന്തു ചെയ്യണം? ദിവ്യമണവാളനായ യേശുവിനെ അന്നക്കുട്ടി മനസ്സിൽ സ്വീകരിക്കണം. ഈശോയുടെ അഭിലാഷം സ്വീകരിക്കില്ലേ? എനിക്കിഷ്ടമാ. നല്ല കുട്ടി. വെല്ലിമച്ചി, വെല്ലിമച്ചി. എന്താ മോളെ, എന്തു പറ്റി? പറ. വെല്ലിമച്ചി, ഞാനിന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോഴേ കൊച്ചു ത്രേസ്യ പുണ്യവതി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എന്തായി കേക്കുന്നത്? സത്യമാ വെല്ലിമച്ചി, കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയാന്നാ പറഞ്ഞേ. മോൾ ഇവിടെ ഇരിക്ക, വല്യമ്മച്ചി ചോദിക്കട്ടെ. ഒരു കന്യാസ്ത്രീയായി യേശുവിനെ മണവാളനായി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എന്റെ ഈശോയെ, എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഞാൻ എന്തു ചെയ്യണം വെല്ലിമച്ചി? എന്റെ കുഞ്ഞ് ഈശോയോട് ഒരുപാട് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഈശോയെ, എന്റെ ഹൃദയം നിന്നെ സ്വീകരിച്ച് പൂജിച്ച് ജീവിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ളതാക്കി തീർക്കണമേ എന്ന് എപ്പോഴും ഉരുവിട്ടി ധ്യാനിക്കണം. സമയമാകുമ്പോൾ തമ്പുരാൻ തന്നെ എല്ലാം ഒരുക്കി തരും. ഇതിൽ കൂടുതലൊന്നും ഈ വല്യമ്മച്ചയ്ക്ക് അറിയാൻ മേല. എന്റെ മോളൊരു പുണ്യവതിയാവണം. നല്ലപോലെ പാട്ട് പാടും. പാട്ട് പാടുകയൊക്കെ ചെയ്യും. എല്ലാം പ്രാർത്ഥനയിലെയും പാട്ട് പാടുകയും സന്തോഷം കൊണ്ട് എപ്പോഴും ആയിരുന്നു. ഞാൻ അച്ഛനായിട്ട് പോയപ്പോൾ അന്നക്കുട്ടി വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് ഞങ്ങൾ ആ വാതിൽക്കൽ തന്നെ എത്തി നോക്കി വെച്ച് പോന്നു. എന്നിട്ട് കയറിയില്ല. അന്നക്കുട്ടിയുടെ പാട്ട് നല്ല ഒന്നാം തരം പാട്ടാണ്. ഒന്നാം തരമായിട്ട് പാടും. നല്ല കിളി പോലെ പാടും.
പാട്ട് കേട്ടോ, എന്ത് നല്ല പാട്ട്. പ്രാർത്ഥനയാ മോളെ, നമുക്ക് പോവാം. വേണ്ട അച്ഛാ, എനിക്ക് അന്നക്കുട്ടിയുടെ പാട്ട് കേൾക്കണം. ആരാ? ഞാനാ. ആഹാ, എവിടെ പോയതായിരുന്നു? ഏറ്റുമാനൂർ വരെ പോയതാ. ആ, പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ തടസ്സമാവുന്നില്ല. അന്നക്കുട്ടിയുടെ പ്രാർത്ഥന പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞ് ഇവൾ ഇവിടെ നിന്നതാ. അന്നക്കുട്ടി നാളെ രാവിലെ മുട്ടിച്ചിറക്കി പോവുകയാ. ഇനി അവിടെയാ പഠനം. വാ മോളെ പോ. രാത്രി വിടയില്ല. ആ, വിശുദ്ധ അൽഫോൻസാമ്മ, ദ പാഷൻ ഫ്ലവർ.